നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കേരളത്തെ ആകെ ഞെട്ടല്ലാഴ്ത്തി ഗൾഫിൽ റിക്രൂട്ട്മെന്റിന്റെ പേരിൽ നടക്കുന്നത് ഏവരെയും ഞെട്ടിക്കുന്ന സംഭവങ്ങൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായ അത്തരത്തിലൊരു വാർത്ത ഏറെ ചർച്ചയായി മാറിയിരിക്കുന്നു. ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കുവൈറ്റിലേക്ക് ജോലിക്കെന്ന പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ ഏജൻസി സൗജന്യ വിമാന ടിക്കറ്റും വിസയും വാഗ്ദാനം ചെയ്താണ് ഇരകളെ വീഴ്ത്തിയതെന്ന് വെളിപ്പെടുത്തൽ പുറത്തുവരുന്നു. നിർധന കുടുംബങ്ങളിലെ യുവതികളാണ് ഇത്തരത്തിൽ കെണിയിൽ അകപ്പെട്ടത്. അതായത് റിക്രൂട്ട്മെന്റും വിസയും വിമാന ടിക്കറ്റും ഉൾപ്പെടെ സൗജന്യമാണെന്നാണ് നോട്ടീസ് പതിപ്പിച്ചിരിക്കുന്നത്. ഇവരെ ആകർഷിക്കാനാണ് ഇത് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്നതിനായി തന്നെ കേന്ദ്രം ആവിഷ്കരിച്ച പദ്ധതി പ്രകാരമാണ് വിദേശ ജോലി എന്ന് വിശ്വസിപ്പിച്ചായിരുന്നു കെണിയൊരുക്കിയത്. രവിപുരത്തെ ഗോൾഡൻ വിസ ഏജൻസി വഴി കുട്ടികളെ പരിപാലിക്കാൻ തന്നെ കുവൈറ്റിൽ പോയ തോപ്പുംപടി സ്വദേശിനി യുവതിക്കും ചെലവ് 5000-ലധികം രൂപ മാത്രമാണ് വേണ്ടിവന്നത്. ഇതുകൂടാതെ RT-PCR എടുക്കുന്നതിനുള്ള പണം മാത്രമാണ് നൽകേണ്ടി വന്നിരുന്നത്. മെഡിക്കൽ പരിശോധനയ്ക്കാണ് 5000 രൂപ ചെലവായത്. കൂടാതെ വഴിയോരത്തെ പരസ്യം കണ്ട് സമീപിച്ച ഇവരെ വിസിറ്റിംഗ് വിസയിൽ ദുബായിലെത്തിച്ച് അവിടെ നിന്ന് കുവൈറ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. ശിശുപരിചരണ ജോലി വാഗ്ദാനം ചെയ്താണ് ഇവരെ ഫെബ്രുവരിയിൽ കുവൈറ്റിൽ എത്തിച്ചത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി, വിദേശകാര്യ മന്ത്രാലയം, മുഖ്യമന്ത്രി എന്നിവർക്ക് യുവതിയുടെ ഭർത്താവ് അഭിഭാഷകൻ മുഖേന പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ഇതേ തുടർന്ന് ഒന്നാം പ്രതി അജ്മോൻ അറസ്റ്റിലാകുകയായിരുന്നു. അതേസമയം യുവതിയുടെ പരാതിയിൽ NIA കേസിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. NIA ഉദ്യോഗസ്ഥൻ യുവതിയുടെ മൊഴി എടുത്തിട്ടുമുണ്ട്. അറബിയുടെ വീട്ടു ജോലിക്കാണ് തോപ്പുംപടി സ്വദേശിനിയെ നിയോഗിച്ചിരുന്നത്. വിശ്രമം നൽകാതെ തന്നെ ജോലിയെടുപ്പിച്ചതിനെ തുടർന്ന് യുവതി പരാതിപ്പെടുകയായിരുന്നു. എന്നാൽ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ അജ്മോനും മജീദും 3 ലക്ഷം രൂപ ആവശ്യപ്പെടുകയുണ്ടായി. ഒരുമ എന്ന സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ യുവതിയുടെ പരാതിയിൽ സൗത്ത് പോലീസാണ് കേസെടുത്തിരുന്നത്. പണമൊന്നും ഈടാക്കാതെ തന്നെ യുവതികളെ ജോലിക്കായി വിദേശത്തേക്ക് കടത്തിയത് മനുഷ്യക്കടത്താണെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചിട്ടുമുണ്ട്. ഇതുകൂടാതെ കുവൈറ്റിലേക്ക് ജോലി റിക്രൂട്ട്മെന്റിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയെന്ന കേസിൽ ഭീകര സംഘടനയായ ISന്റെ ബന്ധം NIA അന്വേഷിക്കുന്നതാണ്. കേസിൽ ഇപ്പോൾ മനുഷ്യക്കടത്ത് കുറ്റങ്ങൾക്കുള്ള വകുപ്പായ IPC 370 ചുമത്തിയതോടെ തന്നെ അന്വേഷണം NIA ഏറ്റെടുക്കുന്നതിന് വഴി തെളിഞ്ഞിരിക്കുന്നു. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആദ്യം ഈ വകുപ്പ് ചേർത്തിരുന്നില്ല. മനുഷ്യക്കടത്ത് കുറ്റം ചേർത്തെങ്കിലും അന്വേഷണം ജാഗ്രതയോടെ ആകുമെന്നാണ് NIA കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന എന്നത്. അതോടൊപ്പം തന്നെ കേസിൽ IS ബന്ധത്തിനുള്ള സാധ്യത പരിശോധിച്ച് ഉറപ്പിക്കലാണ് NIA ഇതിലൂടെ ആദ്യം ലക്ഷ്യമിടുന്നത്. IS ബന്ധത്തിന് സാധ്യത കുറവാണെന്നാണ് NIAയുടെ പ്രാഥമിക നിഗമനം. എന്നാൽ കേസിലെ പരാതിക്കാരിയായ യുവതിയുടെ മൊഴിയിൽ പ്രതികൾക്കെതിരെ IS ബന്ധം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ISനെ വിൽക്കുമെന്ന് കേസിലെ മുഖ്യപ്രതിയായ മജീദ് എന്നയാൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് യുവതിയുടെ മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നാലെ കേസിൽ പരാതിക്കാരിയായ യുവതിയിൽ നിന്ന് മൊഴിയെടുത്ത NIA കരുതലോടെയാണ് അടുത്ത നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ റിമാൻഡിലുള്ള പ്രതി അജ്മോനെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ശേഖരിക്കുന്ന മൊഴികളും പരിശോധിച്ചാകും NIA അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ വിദേശത്തുള്ള കേസിലെ മുഖ്യപ്രതി മജീദിനെ നാട്ടിലെത്തിക്കുന്നതും NIAയുടെ അന്വേഷണത്തിലെ പ്രധാന ഘടകമാകുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.